ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ ആൻഡ് വി. അപ്പൊ നമ്മൾ ഇന്നൊരു ട്രാവൽ വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളുടെ ചാനലിലെ ഫസ്റ്റ് ട്രാവൽ വ്ലോഗാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഫുൾ ഫാമിലി സെറ്റപ്പുമായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുൾ ഫാമിലി. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് കവയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. നമ്മളുടെ ആദ്യത്തെ ട്രാവൽ വ്ലോഗാണ്. നമ്മുടെ മീ ആൻഡ് വി ഫാമിലിയിലെ തന്നെ ഫസ്റ്റ് ട്രാവൽ വ്ലോഗാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കൂടാതെ തന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മുടെ ആദ്യത്തെ വീഡിയോയാണ് ഇങ്ങനെ ഒരു പ്രമോഷനായിട്ടുള്ള വീഡിയോ എടുക്കുന്നത്. പെയ്ഡ് പ്രമോഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കുന്നത് നമ്മൾക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾക്കിന്ന് ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചേട്ടായിയുടെ തന്നെ ഒരു ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അത് എല്ലാവരും കാണുക. അൻബൻസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണത്. അപ്പോൾ എല്ലാവരും പോയി അത് കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിതാ റൂട്ട് മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറാണ് കാണിക്കുന്നത്. 33 കിലോമീറ്ററും കൂടി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ അങ്ങനെ നമ്മളുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിൽ കൂടെയുള്ള വഴി കൂടെ ആണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. നമ്മളത് കഴിഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ അങ്ങനെ മലമ്പുഴ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ റൈറ്റ് എടുത്ത് പോകണം നമ്മൾ കവയിലേക്ക് എത്തണമെങ്കിൽ. In 600 meters, turn right. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പുറകിൽ കാണുന്നത് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ബാക്കിയായിട്ടുള്ള പുറഭാഗമായിട്ടുള്ള സ്ഥലമാണ്. നല്ല സുന്ദരമായ വെള്ളം, അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. അപ്പോൾ നമുക്കത് നേരെ ആ വഴിയിൽ, ഇതാണ് നമ്മുടെ പുഴയിലേക്കുള്ള വഴി. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ മലമ്പുഴ ഡാമിൻ്റെ പുറകു വശമായിട്ട് വരും ഈ കവ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്.
നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. പട്ടിയൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ നമ്മുടെ അച്ചുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ ജുവലുണ്ട്. ജുവലേ നോക്ക്, ഹായ് പറ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇവിടെ ഒരു നല്ലൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കപ്പിൾ ഫോട്ടോസായിട്ട് മാരേജ് കഴിഞ്ഞ് കപ്പിളായിട്ട് വരുമ്പോൾ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെയൊക്കെ. അപ്പോൾ ഇവിടുന്ന് നല്ല നല്ല പിക്സ് ഞാൻ എടുക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കയറി ഫോളോ ചെയ്യുക. അതിൽ ഇവിടെ നിന്നുള്ള എല്ലാ പിക്സും ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യണമായിരിക്കും. അപ്പം നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ ഞാനിപ്പോൾ ഈ നിൽക്കണ ഈ കര, ഇതല്ലാണ്ട് പുറയിൽ ഇവിടെ മൊത്തം വെള്ളം, സൈഡിലൊക്കെ മല. അപ്പോൾ ആ ഭാഗത്തായിട്ട് എൻ്റെ ഈ പുറകിൽ കാരണം അവിടെ ആയിട്ടാണ് ഇവിടുന്ന് കുറച്ച് അത്യാവശ്യം ദൂരം പോകുമ്പോഴാണ് മലമ്പുഴ ഡാം എത്തുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ഇവിടുത്തെ ഇത്രയും കഴിഞ്ഞു, ഇനി അടുത്ത പ്ലേസ്. അപ്പം നേരതാ അതിലേക്ക്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അങ്ങനെ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഏകദേശം 5 മണിയോളം ആയിട്ടുണ്ട്. നമ്മളിപ്പോ ആനന്ദൻ ചേട്ടന്റെ ചായക്കടയിലാണ് നമ്മളിപ്പോ നിക്കുന്നത്. ഉണ്ടംപൊരി, ഉള്ളിവട, പഴംപൊരി എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിതാ ആനന്ദേട്ടന്റെ കടയിൽ നിന്ന് നമ്മളിതാ തിരിക്കുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഈ സ്ഥലത്ത് നിന്ന് അത്യാവശ്യം നല്ല കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ പോയി എൻ്റെ ഫോളോ ചെയ്ത് അത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ഐസ്ക്രീം കഴിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ട്രാവൽ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത്. കാരണം അത് ഞെക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയണേ, അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കുക, അതിൻ്റെ മുകളിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
കൂടാതെ തന്നെ ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്ന ഫോട്ടോസ് അതായത് പിക്സ് മൊത്തം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ഫോട്ടോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ഇറ്റ്സ് മീ എബിൻ വി ജോർജ് വിത്ത് മൈ ഫാമിലി സൈനിങ് ഔട്ട്.